അങ്ങനെ ദേ എക്സ്പ്രസ് വേ വഴി ഡൽഹിയിലേക്ക് പോകുന്ന സമയത്താണ് അടുത്ത പണി കിട്ടിയത്. പെട്രോൾ തീർന്നു പോയി. ഇനി ഇവൻ എന്ത് ചെയ്യാനാണ്? പോണ വഴിക്ക് ഇരുന്നിട്ട് ഇനി 100 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒരു പെട്രോൾ പമ്പ് ഉള്ളൂ. അങ്ങനെ പോണ സമയത്താണ് ഒരു സർവീസ് റോഡ് കണ്ടത്. അങ്ങനെ ആ സർവീസ് റോഡ് പിടിച്ചിട്ട് പെട്രോൾ പമ്പ് തേടിപ്പോയി. ഗൂഗിൾ മാപ്പൊക്കെ കണ്ട് നോക്കിയിട്ടാണ് പെട്രോൾ പമ്പ് തേടി പോണത്. അങ്ങനെ ഉത്തർപ്രദേശിൽ പെട്രോൾ പമ്പ് തേടി പോണ സമയത്ത് മൊത്തം വഴി തെറ്റി ഏതൊക്കെയോ കാട്ടുമുക്കിൽ പാതിരാത്രി എത്തി. പാട്ടികളൊക്കെ ഇരുന്നിട്ട് ഓടിച്ചു, തെരുവനായൊക്കെ ഇരുന്നിട്ട് കടിച്ചില്ല എന്ന രീതിയിൽ ഓടിച്ച് അങ്ങനെ പെട്രോൾ പമ്പ് എത്തി പെട്രോൾ അടിച്ചു. അങ്ങനെ തിരിച്ച് ഡൽഹി എക്സ്പ്രസ് വേയിൽ കയറണമല്ലോ. തിരിച്ച് ഡൽഹി എക്സ്പ്രസ് വേ കയറാനായിട്ട് പോണ സമയത്ത് പിന്നെയും വഴി തെറ്റി. അപ്പോഴാണ് ഒരു ബായ് പറഞ്ഞേ, ആ വഴി പോകരുത്, അവിടെ മൂർക്കം പാമ്പുണ്ട്, ഇപ്പതേ ഒരു മൂർക്കം പാമ്പിനെ കണ്ടുള്ളൂ എന്ന്. അങ്ങനെ എങ്ങനെയൊക്കെയോ മൂർക്കം പാമ്പിൻ്റെ ഇടയിൽ കൂടെ ആ വഴിയിൽ ഭാഗ്യത്തിന് ആ മൂർക്കം പാമ്പിനെ കാണാതെ ആ ഒരു ഇടവഴി കൂടെ പോയി. അങ്ങനെ ഇതേ തിരിച്ച് എക്സ്പ്രസ് വേ കയറി. എക്സ്പ്രസ് വേ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അങ്ങനെ രാത്രി ഒരു 1 മണിയായപ്പോൾ ഡൽഹി എത്തി. അങ്ങനെ ഇന്ന് രാത്രി ഡൽഹിയിൽ എൻ്റെ കസിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തു. ഒരു ദിവസം കൂടെ അവിടെ സ്റ്റേ ചെയ്യാമെന്ന് വെച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എക്സ്പ്രസ് സ്റ്റുഡൻറ്റിൻ്റെ ചെയിൻസ് പോക്കറ്റ് തീരാറായി. ഇനി കാശ്മീർ പോണ സമയത്ത് വരെ ആ ചെയിൻസ് പോക്കറ്റ് നിൽക്കില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം അതിരാവിലെ എണീറ്റിട്ട് നേരെ ഹരിയാനയിലുള്ള ഹിമഗിരി മോട്ടോഴ്സിൽ പോയിട്ട് ചെയിൻസ് പോക്കറ്റ് മാറാമെന്ന് വെച്ച്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴോ 210ൻ്റെ ചെയിൻസ് പോക്കറ്റ് സ്റ്റോക്കില്ല. അപ്പോൾ എന്ന് വരുമെന്ന് ചോദിച്ചു. 3-4 ദിവസം എടുക്കുമെന്ന് പറഞ്ഞു. അതോടുകൂടി മൊത്തത്തിൽ ഡൗണായി. 3-4 ദിവസം എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും എൻ്റെ റൈഡ് മൊത്തം മുടങ്ങി. ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല.